നമസ്കാരം. അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ഗാഡ്വിലേക്ക് പറന്നുയർന്ന് 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 625 അടി മുകളിൽ നിന്നും തകർന്ന് വീണതിൻ്റെ സങ്കടകരമായ ആ ദുരന്തം സംഭവിച്ചിട്ട് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഭാരതം. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും വളരെ സങ്കടകരത്തോടുകൂടി ചർച്ച ചെയ്ത ആ ദുരന്തത്തിൻ്റെ അന്വേഷണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. ആ ദുരൂഹതയ്ക്ക് ഇപ്പോഴും ഒരു പരിഹാരവുമില്ല. യഥാർത്ഥത്തിൽ ആരുടെ കുഴപ്പമാണ് ഈ അപകടം എന്ന് പറയാൻ ആർക്കും കഴിയുന്നില്ല. അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും അപകട സ്ഥലത്തു നിന്നും മാറ്റിയിട്ടില്ല. അപകടത്തിൽ നിന്നും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദുരൂഹമായി രക്ഷപ്പെട്ട ഒരു യാത്രക്കാരനെ ഇപ്പോഴും വലിയ പോലീസ് സുരക്ഷയിലാണ്. അവരുടെ ബന്ധുക്കൾക്ക് പോലും ആ യാത്രക്കാരനെ കാണാൻ കഴിയുന്നില്ല. ആരോടും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും അയാൾക്കില്ല. അപകടത്തിൽപ്പെട്ട അമേരിക്കൻ നിർമ്മിതമായ ബോയിങ് വിമാനമായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അന്വേഷിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാണ് അമേരിക്ക രംഗത്തെത്തിയത്. അപകടത്തെക്കുറിച്ചുള്ള വിവിധ അന്വേഷണം മുൻപോട്ട് പോകുമ്പോഴും ഒരന്വേഷണവും ഒരു വിവരവും പുറത്തേക്ക് വിടുന്നില്ല. ഇപ്പോഴും ഊഹാപോഹങ്ങൾ, സൂചനകളും വിദഗ്ധരുടെ വിലയിരുത്തലുകളും മാത്രമാണുള്ളത്. വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും തകർന്നതിൻ്റെ ലക്ഷണമാണ് എന്നാണ് കൂടുതൽ വിദഗ്ധർ പറയുന്നത്. 2 എഞ്ചിനും തകർന്നപ്പോൾ പകരം ഉണ്ടാവേണ്ട സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങി. എന്നാൽ അത് താങ്ങാനുള്ള സമയം ആകാശത്തുണ്ടായിരുന്നില്ല. കാരണം വിമാനത്തിൻ്റെ എഞ്ചിൻ തകർന്നത് വിമാനം പറന്നുയർന്ന ഉടനെയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. അപകടം അനിവാര്യമായിരുന്നു എന്നാണ് വിദഗ്ധരുടെ പ്രധാനപ്പെട്ട അഭിപ്രായം. ആ കണ്ടെത്തൽ പക്ഷേ ബോയിങ് കമ്പനിക്ക് വലിയ തിരിച്ചടിയാവും. ബോയിങ് കമ്പനിയുടെ 787 എന്ന ഡ്രീം ലൈനർ വിമാനം അനേകം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ വിമാനം. ആ വിമാനം നിർമ്മിക്കുന്നതിനിടയിൽ തന്നെ പല വിദഗ്ധരും പറഞ്ഞിട്ടുണ്ട് അപകടം പിടിച്ച വിമാനമാണെന്ന്. ഈ ബോയിങ് വിമാനം ഡ്രീം ലൈനറിൻ്റെ ജീവനക്കാർ, എഞ്ചിനീയർമാർ പലരും ജോലി രാജിവെച്ച് കാലാകാലങ്ങളിൽ അത് ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. വിമാനത്തിലും ഒരു സുരക്ഷയും ഇല്ല എന്ന വാദമാണ് അവരൊക്കെ ഉയർത്തുന്നത്. വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പല ഭാഗങ്ങളും വില കുറഞ്ഞതാണ്. അതിനൊരു കൃത്യമായ തെളിവായി മാറിയേക്കാം ഇരട്ട എഞ്ചിൻ നിലച്ചതുവഴി ഉണ്ടായ അപകടം എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടത്. ഒരുപക്ഷെ ബോയിങ് കമ്പനിയെ വെള്ളപൂശാൻ, രക്ഷിക്കാൻ വേണ്ടിയാവാം ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടാത്തതെന്ന് സംശയം. അത് ഇന്ത്യക്കാർ മാത്രമല്ല, അമേരിക്കക്കാരും ബ്രിട്ടൻകാരും ചില എയ്റോസ്പേസ് ബ്ലോഗർമാരും ബ്ലോഗുകളും ഒക്കെ അവരൊക്കെ സംശയിക്കുന്നത് ബോയിങ് കമ്പനിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നാണ്. ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ലോകത്ത് 2 വിമാന നിർമ്മാണ കമ്പനികളെ ഉള്ളൂ. ചൈനയ്ക്കോ ഇന്ത്യക്കോ ഒന്നും ഒരു വിമാന നിർമ്മാണ കമ്പനി തുടങ്ങാനുള്ള സാധ്യതയില്ല. അതിനുള്ള പാർട്സ് വേണം, മെറ്റീരിയൽസ് വേണം. അതിനുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് യുദ്ധവിമാനം ഉണ്ടാക്കാറുണ്ട്. വിമാനം പറക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എങ്കിലും യാത്രാ വിമാനം ഉണ്ടാക്കണമെങ്കിൽ ബോയിങ്ങിനും എയർബസിനും മാത്രം ആശ്രയിക്കേണ്ടി വരും. ലോകത്തെമ്പാടുമുള്ള വിമാനയാത്രയുടെ എണ്ണം കൂടി വരുന്നു. ഒരു 25 വർഷം മുൻപ് യാത്ര ചെയ്തിരുന്നവർ എത്രയോ ഇരട്ടി ആളുകളാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇഷ്ടംപോലെ വിമാനത്താവളങ്ങളായി ഡൊമസ്റ്റിക് സർവീസുകൾ കൂടി, അന്താരാഷ്ട്ര സർവീസുകൾ കൂടി. ഇന്ത്യയുടെ വിവിധ എയർപോർട്ടുകളിലും ലണ്ടനിലേക്കുള്ള എത്ര ആയിരം ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്, എത്ര വിമാനങ്ങളാണ് കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകാശ വിസ്തൃതമായപ്പോഴും ആവശ്യത്തിന് വിമാനം നിർമ്മിക്കാൻ ഈ 2 കമ്പനികൾക്കും കഴിയുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ എയർഫോഴ്സ് 1 എന്ന വിമാനം പോലും ഒന്ന് പുതുക്കി പണിയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്.
അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള സുരക്ഷാ ഭീഷണിയുണ്ട്. വിമാനങ്ങൾ അവരുടെ പറക്കൽ കാലാവധി കഴിഞ്ഞിട്ടും പറന്നുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഗൗരവമായ വിഷയം. അതിന് തുടർച്ചയാണ് എൻജിൻ തകരാറും അപകടവും എന്ന് കണ്ടെത്തിയാൽ അത് ബോയിങ്ങിന് വല്ലാതെ ബാധിക്കും. ബോയിങ്ങിന് മാത്രമല്ല, ലോകക്രമത്തെ തന്നെ ബാധിക്കാം. കാരണം ബോയിങ്ങും എയർബസും നിർമ്മിച്ചിട്ടും ലോകത്തെല്ലായിടങ്ങളിലും 8-10 വർഷം വെയിറ്റിംഗ് ലിസ്റ്റാണ് വിമാനത്തിൽ. എയർ ഇന്ത്യ ഏറ്റെടുത്തിട്ട് 3 വർഷമായി. അപ്പോൾ തന്നെ ഒരു ഓർഡർ കൊടുത്താണ്. ഇൻഡിഗോ 500-ലധികം വിമാനത്തിന് ഓർഡർ കൊടുത്ത് കാത്തിരിക്കുന്നു. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ആവശ്യത്തിനുള്ള വിമാനം പോലും നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പഴയ വിമാനങ്ങൾ ഒരു വിട്ടുവീഴ്ച എന്ന നിലയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് അപകടത്തിൻ്റെ മൂല കാരണം എന്നതിലേക്ക് ചെല്ലാതിരിക്കാൻ വിമാന തകരാറ് മറച്ചു വയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. എയർ ഇന്ത്യയുടെ കൈവശമുള്ള പല വിമാനങ്ങളും കൃത്യമായി ഇൻസ്പെക്ഷൻ നടത്തുന്നില്ല എന്ന പരാതിയുണ്ട്. വിമാനം കൃത്യമായി ഇൻസ്പെക്ഷൻ നടത്തണം. ഓരോ യാത്ര കഴിയുമ്പോഴും ഇൻസ്പെക്ഷനുണ്ട്. ഓരോ യാത്രയ്ക്ക് മുൻപ് ഇൻസ്പെക്ഷൻ വേണം. കൂടാതെ ഒരു നിശ്ചിത കാലയളവിൽ കൃത്യമായി മെയിൻ്റനൻസുമുണ്ട്. ഇത്രയധികം ആളുകളും ഇത്രയധികം ഭാരവുമായി ആകാശത്തിലേക്ക് പറന്നു പോകുന്ന വിമാനമാണ് ഇത്. ലോകത്തെ ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് ഒരുപക്ഷെ വിമാനവും ഇൻ്റർനെറ്റും. ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഒരിടത്തിരുന്നു കൊണ്ട് ലോകത്ത് എവിടേക്കും നമുക്ക് ഒരേ സമയം ബന്ധപ്പെടാം. ഒരു ഇമെയിൽ അയച്ചാൽ ലോകത്ത് ഏത് കോണിലിരുന്നും അത് ഇമെയിൽ നോക്കാം. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വലിയൊരു ടെക്നോളജിയാണത്. അതുപോലെ ഒന്നല്ലേ വിമാനം? ഇത്രയേറെ ഭാരമുള്ള ഒരു വിമാനം, ആ വിമാനത്തിൻ്റെ തൂക്കം എത്രയാണ്? എത്ര ടൺ ചരക്കുകളുണ്ട്? അതിനോടൊപ്പം ആണ് ഇത്രയേറെ മനുഷ്യരെയും കൊണ്ട് ഇത് പറത്തിക്കൊണ്ടുപോകുന്നത്. ഇത് വല്ലാത്തൊരു കണ്ടുപിടുത്തമാണ്. ഈ വിമാനം എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടില്ല. നമുക്കറിയാം, ഇവിടെ ഒരാളാണ് രക്ഷപ്പെട്ടത്. അതും വിചിത്രം. ഒന്നല്ലെങ്കിൽ തീപിടിച്ചു പോകും, അല്ലെങ്കിൽ കടലിൽ നശിക്കും. വളരെ അപൂർവമായി മാത്രമേ വിമാനാപകടത്തിൽപ്പെട്ടവർ രക്ഷപ്പെടാറുള്ളൂ. അപ്പോൾ ആ വിമാനത്തിൻ്റെ സുരക്ഷ നിർബന്ധമായി പാലിക്കേണ്ടതാണ്. ആരാണ് സുരക്ഷ ഉറപ്പാക്കേണ്ടത്? ഓരോ രാജ്യത്തിനും വിമാന സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. കൂടാതെ വിമാന കമ്പനികൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പുറത്തു വന്ന റിപ്പോർട്ട് എയർ ഇന്ത്യയുടെ പല വിമാനങ്ങളും 2 മാസവും 3 മാസവുമായി അവരുടെ സുരക്ഷാ പരിശോധനകൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. വളരെ ഗൗരവമേറിയ വിഷയമാണത്. മിക്ക വിമാനത്താവളങ്ങളിലും പക്ഷിശല്യം രൂക്ഷമാണ്. ഇതിന് പരിഹാരം കാണാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കേണ്ടതുണ്ട്. ഇതുവഴി വളരെയേറെ ദുരന്തങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇതിൻ്റെ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ടത് നമ്മുടെ രാജ്യത്തിന് അനിവാര്യമായ കാര്യമാണ്. ഇത് എത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ അപകടത്തിൻ്റെ കാരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഓരോ രാജ്യസ്നേഹിക്കും അനിവാര്യമായ കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഈ അപകടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിച്ച് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകി ഇങ്ങനെയുള്ള അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചന വ്യക്തമായിട്ട് ഇന്ത്യൻ എയർലൈൻസ് ജനങ്ങളെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി.